എനിക്ക് എന്താ ഇന്ന് ഇത്ര സന്തോഷം എന്നറിയാം? ഞങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ദിനത്തിന് ഇന്ന് എനിക്കൊരു ചെടി തരുന്നു. അതാ എനിക്ക് ഇത്ര സന്തോഷം. നല്ല സുന്ദരിയായിരിക്കണല്ലേ? നല്ല സുന്ദരിയായിരിക്കും, പഴയതുപോലെ. എന്തോറ്റി? ഇതേ മുടി ഇങ്ങനെ രണ്ടു വശത്തേക്ക് പിന്നിട്ടേക്കുന്നോണ്ടായിരിക്കും ഞാൻ സുന്ദരിയായത്. ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടേ. നമ്മളിങ്ങനെ ഓടിപ്പിടച്ച് നടക്കുന്നവരല്ലേ, എവിടെങ്കിലും അടിച്ചു തല്ലി വീണ് കഴിഞ്ഞാലേ നമ്മളിങ്ങനെ വീണ് കിടക്കാന്ന് വെച്ചു. ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഇതേലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊന്ന് പൊങ്ങും, ഇങ്ങനൊന്ന് പൊങ്ങും, ഇങ്ങനൊന്ന് പൊങ്ങും, അങ്ങനെ പരസകായില്ലാതെ അങ്ങ് പൊങ്ങ. ഇതേ സ്കൂളില് പരിസ്ഥിതി ദിനമായിരുന്നേ. അപ്പൊ സ്കൂളിൽ നിന്ന് തന്ന ചെടിത്തയ്യ. പരിസ്ഥിതി ദിനം. പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടി കൊണ്ടുവന്ന് അവിടെ നടും, അതങ്ങനെ കിളിച്ചു വരും. അപ്പൊ നമ്മള് വലിയ വൃക്ഷമാവും, തണല് വരും. ഈ പരിസ്ഥിതി ദിനം ഒന്നുമല്ല. അതായത് ഒരു മന്ത്രി രാവിലെ വരും, ഒരു തൈ നടും. ആ തൈ ഒരു ഉച്ചയാകുമ്പോൾ ഒരു ആട് വന്ന് അത് കടിച്ച് തിന്നും. ഒരു രാത്രി ആകുമ്പോൾ ആ മന്ത്രി തന്നെ ആടിനെ കൊന്ന് അങ്ങ് തിന്നും. ആ പരിസ്ഥിതി ദിനം ശുഭം. ഇതെന്താണ് പരിസ്ഥിതി ദിനം? എന്താണ് അങ്ങനെയല്ലേ? കൂടുതൽ തമാശ ഒന്നും പറയണ്ട. രഘുവേട്ടനെ ഒറ്റപ്പെടലിന്റെ വേദന എന്താന്ന് അറിയില്ല. ഒറ്റപ്പെടലിന്റെ വേദന അറിയില്ല. അറിഞ്ഞോടുന്ന ഞാൻ അനുഭവിച്ചോളാം. നീ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലിന്റെ വേദന നിനക്കറിയോ? വിളിക്കാത്ത കല്യാണത്തിന് ചെന്നപ്പോഴേ കഴുത്തി കുത്തി വെളിയിൽ ഇറങ്ങിട്ട് ഗേറ്റടച്ച് ആ അന്ന് ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയുള്ളൂ. നീ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായ? കള്ളം പറയരുതേട്ടാ. അങ്ങനെ പറയുന്നത്. പിന്നെ എന്താണ് ആ ഒറ്റപ്പെടലല്ല, രഘുവേട്ടനെ കാണാതിരിക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നെ കാണാതിരിക്കുമ്പോ നീ എങ്ങനെയാ ഇരിക്കുന്നത്? ഞാനേ രഘുവേട്ടനെ കാണാതിരിക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് രഘുവേട്ടന്റെ. അതെടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കും. എന്നിട്ട് പിന്നെ എനിക്ക് രഘുവേട്ടന്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നില്ലേ, അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പട്ടിയെ പോയി ഒറ്റ ചവിട്ട് കൊടുക്കും. അപ്പൊ ആ പട്ടി ഇത് കേക്കും. ഞാൻ എന്തോന്ന് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കുള്ളൂ. രഘുവേട്ടന് സമാധാനത്തോടൊന്ന് സംസാരിക്കാൻ രഘുവേട്ടാ. പിന്നാണെങ്കിലേ ഞാൻ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? രഘുവേട്ടാ അതല്ലെന്ന്, ഞാനിങ്ങനെ സ്വപ്നം കാണുവാ. എന്തെന്നറിയോ സ്വപ്നം? ഒരു പാമ്പ് ഇങ്ങനെ ചീറി ഇങ്ങനെ വന്നിട്ട് എന്നെ കൊത്താനായിട്ട് ഇങ്ങ് വരിക. പാമ്പ്. അതാണ് സ്വപ്നം. പാമ്പിന്റെ സ്വപ്നം കാണുന്നു. പിന്നെ അല്ലാതെ ഒരു കാര്യം കേട്ടാ, ഇത് എടുത്തേ. വല്ല മരുന്നല്ലാണോ? മരുന്നല്ല, വാവാ സുരേഷിന്റെ നമ്പറാണ്. സ്വപ്നം കാണുമ്പോ അപ്പൊ വാവാ സുരേഷിനെ വിളിച്ചാൽ മതി, പാമ്പിനെ പിടിച്ചോളൂ. ഇതിന് ഭേദം ആ പാമ്പെന്നെ അങ്ങ് കൊത്തി കൊല്ലുന്നായിരുന്നു. ഒരു ഉമ്മൻ തരുവാ? വേണ്ട, എനിക്ക് നാണാ. പ്ലീസ് ഒരു ഉമ്മൻ താ. എനിക്ക് നാണാ. താമത്തെ തരില്ല. താമത്തെ ഇല്ല, തരില്ല. താമത്തെ ചോദിച്ചല്ലേ പ്ലീസ്. എനിക്ക് നാണോ? ഞാൻ വേണമെങ്കിൽ രഘുവേട്ടൻ ഒരു ഉമ്മ തരാം. അനാവശ്യപ്പെടരുത്. ഉമ്മൻ തരുവാ? ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ടവനല്ല. എന്നെ കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർക്ക് ഞാൻ കറക്റ്റ് ഡീസന്റ് ആണ് കേട്ടാ. ഞാൻ എന്നെ കൊണ്ട് പറ്റൂല. നിനക്ക് തരാൻ പറ്റുമോ? ഒരു ഉമ്മൻ തരുവാ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാണമാന്ന്. നീ പറ, ഒരു ഉമ്മൻ തരുവാ? പറ. രഘുവേട്ടൻ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ തരാം. ഈ ജന്മത്തിൽ നടക്കൂല. എന്റെ ഈ ഉണ്ടക്കണ്ണ അടയത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. തരുവാ? കൈപ്പൊത്താ? കൈപ്പൊത്ത് കുഴപ്പമില്ലല്ലോ. ഇല്ല എന്നാ ഒരു ഉമ്മൻ തരുവാ? താടി തരാൻ പോവാ. തരാൻ പോവാ. തരും. തരും. താടി തരാൻ പോവാ. തരും. താടി താടി ഈ പങ്കായത്തിനൊരു താങ്ങ് വെച്ചായിരുന്നു ഞാൻ. താടി താടിയല്ല, മുത്തിന്റെ ഡാഡി. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബത്തുകാർ തെറ്റത്തരം കാണിച്ച ഈ പങ്കായത്തിന് ഞാൻ വീക്ക് വന്നു. എന്താ ഞാനത് കാണിച്ചെന്നാ? നീ കാണിച്ച തോന്നിവാസത്തിന് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത് എന്തിനുണ്ടാന്ന് അറിയാമോ? എന്താണ്? ആ വലിയ മനുഷ്യന്റെ ഓർത്തിട്ടാണ്. വലിയ മനുഷ്യൻ എന്റെ അച്ഛനായിരിക്കും. അല്ല, പിന്നല്ല. ഈ സ്ഥലം SI ആരാണ്? സമ്പത്ത്. നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കയ്യും കാലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കരുത്. എന്തായി? കൊന്നുകളയും. അതുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്. എനിക്ക് മുത്തിനെ വേണം. നിനക്ക് മുത്ത് വേണേ കൊട്ടയെടുത്തോണ്ട് കടലിൽ പോയി ചാടാ. അതെന്താണ്? മുത്തും പവിഴോ അതിനകത്ത് കിട്ടും. ആപത്തല്ല ഈ മുത്തിനെ. ഈ മുത്തിനെ ഞാൻ കെട്ടിട്ട് അവിടുന്ന് പോവുള്ളൂ. ഈ മുത്തിനെ നീ ഞൊട്ടും. ഞൊട്ടും, ഞാൻ ഞൊട്ടും.
എന്റെ മുത്തിനെ ഞാൻ ഡോക്ടറാക്കാനാണ് ഞാൻ വളർത്തുന്നത്. ഓ അങ്ങനെയാണോ? എന്റെ മുത്തിനെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാണോ? ഞാനും പഠിച്ചിട്ടുണ്ട്. നീ എന്ത് വരെ പഠിച്ച്? ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തോരാവട്ടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ 10ാം ക്ലാസ്സും ഗുസ്തിയും അതല്ലേ? സമയം നോക്കണേ, ഇപ്പോഴും മേളോട്ട് നോക്കണം. പിന്നെ ടവറിലിരിക്കുന്ന ക്ലോക്കിനെ ഞാൻ മേലോട്ടല്ല പിന്നെ താഴോട്ട് നോക്കും. ഒന്ന് താവോ ഓവായിരുന്നിട്ട്. എടാ എന്താ മുത്ത എവിടെ കിടക്കുന്നത്, നീ എവിടെ കിടക്കുന്നു? ഞാൻ കടപ്പുറത്തിറങ്ങും, നമ്മള് വീട്ടിൽ കിടക്കാൻ കാര്യം എന്താണ്? എന്താണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മുത്തിന്റെ സ്വപ്നമായിട്ട് നീ മനസ്സിൽ കൊണ്ടുവച്ചാണ് നടക്കണ്ട. അത് നടക്കുകയല്ല. ഞാൻ നടക്കും. ഞാൻ മുത്തിനേക്കാളും പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചേട്ടടുത്ത് ചോദിച്ചു വെച്ചാൽ ഞാൻ കറക്റ്റാക്കി ഉത്തരം പറഞ്ഞുതരാം. നീ കൊറേ പാച്ച്. ഞാൻ പറയും, നിങ്ങൾ ചോദ്യം ചോദിക്കണം. കൊന്നുകളയും ഞാൻ. നിങ്ങൾ ചോദ്യം ചോദിക്കും. അറിയാ നീ കെട്ടിയാ നിന്നെ ഞാൻ കൊന്നു. നീ കടലിലെടുത്തറിയും. നീ വലിയ പാത്തക്കാരനാണെന്നാണല്ലോ പറഞ്ഞത്. എന്താണ്? ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ചരിത്രം പിടിച്ചോ? ഞാൻ ചരിത്രം പിടിച്ചിട്ടുണ്ട്. ചോദിക്കട്ടെ. ചോദിച്ചാണ്. ബാബറുടെ പരിഷ്കാരം പറയുക. എനിക്കറിയാം, നല്ല പരിഷ്കാരിയാണ്. ഫ്രഞ്ച് ചോദിക്കും, നല്ല രീതിയിൽ കെട്ടി തരും. ഇതൊക്കെ ബാർബറാണ് വെച്ചിരുന്നത്. നല്ല പരിഷ്കാരിയാണ്. എന്താണ്? നീ ധാരണ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ സുമാരൻ ബാർബറിന്റെ കാര്യം പിന്നെ ഡോക്ടറിന് പഠിക്കുന്ന എന്റെ മുത്തിനെ കെട്ടാൻ. നിങ്ങൾ വേറെ ചോദ്യം ചോദിച്ചാൽ ഒന്നും അല്ല, ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നതല്ല. വേറെ ചോദ്യം ചോദിക്കുക. വേറെ പിടിച്ചോടാ, ഞാൻ ചോദിക്കാം. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തറയിലാണ്. പിന്നെ അല്ലാതെ തറയിലൊക്കെ തന്നെ. അപ്പൊ തറയിൽ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? തറയില് നദിയാമൈതുവിന്റെ തീരത്ത്. പിന്നെ അല്ലാതെ നദിയാമൈതു പങ്കായത്തിന് ഞാൻ വെട്ടിയിട്ട് ഞാൻ പറഞ്ഞേക്കാട്ടാ. നിങ്ങൾ വേറെ ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കും. ഇമാര് ചോദ്യം ചോദിക്കാൻ വേറെ ചോദ്യം ചോദിച്ചാൽ അല്ല, ഇതൊക്കെ എന്തോന്ന് ചോദ്യം? അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് ചോദ്യം. ഞാൻ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് മീഡിയം. ഓ ഇയാള് വലിയൊരു സായിപ്പ് വന്നേ. നിങ്ങൾ ഇംഗ്ലീഷ് ചോദിച്ചാൽ അവരല്ല പിടിച്ചോ. അതെ എന്നാണ് വില്ലും ഷാലും എന്തിനുപയോഗിക്കുന്നു? വില്ല് അമ്പ് ചെയ്യുമ്പോഴും ഷാള് ചുരിദാർ ഇടുമ്പോഴും. ഒരു കാര്യം ചേട്ടാ, നിങ്ങൾ ഇത്രമാര് ചോദ്യം ചോദിച്ചില്ലേ, ഇനി ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടാ. ചോദിക്കടാ. വൈറസ് ഉണ്ടാകുന്നത് എങ്ങനെ? വൈറസ് ഉണ്ടാകുന്നതല്ലോ, ഉണ്ടാക്കുന്നതല്ലേ. ആരാണ്? ആഷിഖബും റിമാക്കല്ലിംഗലും. സൂപ്പർ പടമാണ്. നീ കണ്ടിട്ടുണ്ടോ? എന്റെ പൈസ അല്ല, ഞാൻ കണ്ടില്ല. അതിനെങ്ങനെ പണിക്കും മേലക്കും പോകണം എന്നല്ലേ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കിട്ടും. ഞാൻ മുത്തിന് കെട്ടിട്ട് പോള് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ മുത്തിന് കെട്ടും. നീ മുത്തിനെ ഞൊട്ടും. ഞാൻ കെട്ടും. എടാ നിനക്ക് എന്ത് യോഗ്യതയാണ്? നീ 10ാം ക്ലാസ് പാസ്സായിട്ട് വേടാ. ഞാൻ 10ാം ക്ലാസ് പാസ്സാവില്ല, എന്നാലും മുത്തിനെ കെട്ടും. നിങ്ങൾ ഞാൻ മുത്തിനെ കെട്ടിട്ട് ഇവിടെ നിന്ന് പോകണം. വേണ്ട, നീ 10ാം ക്ലാസ് പാസ്സാവണ്ട. നിങ്ങൾ പറ. നീ പുറം കടലിൽ പോയി ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വരാൻ പറ്റുക? കൊമ്പനെ പിടിച്ചോണ്ട് വന്നാ എന്താ മുത്തനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരും. ഉറപ്പാണല്ലോ. ആട് കളിക്കാതെ കാര്യം പറഞ്ഞ് ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ. അവൻ പറഞ്ഞ കേട്ടാ, അവൻ കൊമ്പനെ പിടിച്ചോണ്ട് വരാമെങ്കിൽ മുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കേട്ടാ. ആ കൊണ്ടുവരട്ടെ, തെളിയിക്കട്ടെ, ആണാന്ന് തെളിയിക്കട്ടെ. ഞാൻ കൊണ്ടുവന്ന് കെട്ടിച്ചേരോ? ഉറപ്പാണല്ലോ. ഇന്ന് ഞാൻ കൊമ്പനെ പിടിച്ചോണ്ട് വരും. നോക്ക ഞാൻ കൊണ്ടുവരാം. പിന്നെ അല്ലാതെ അവൻ കൊറേ പിടിക്കും, പുളുത്തും. എന്താണ് അച്ഛനെന്തിനാ രഘുവേട്ടനോട് കൊമ്പനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞത്? എടി അവൻ കൊമ്പനെ പിടിച്ചോണ്ട് വന്നാൽ നമുക്ക് വായിക്ക് രുചിയായിട്ട് അതിനെ കഴിക്കാം. അപ്പൊ കൊമ്പനെ കിട്ടിയില്ലെങ്കിലോ? കൊമ്പന് രഘുവിനെ വായിക്ക് രുചിയായിട്ട് കഴിക്കാം. അയ്യോ എന്റെ രഘുവേട്ടാ, രഘുവേട്ടാ, മുത്തേ, രഘുവേട്ടാ, മുത്തേ നിൽക്കാൻ, രഘുവേട്ടാ, രഘുവേട്ടാ.